ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ സിദ്ധു ഇന്നിപ്പോൾ ടൂറിന് പോവുകയാണേ. എവിടെയാ പോകുന്നത് സിദ്ധു? പറഞ്ഞു കൊടുക്ക്. മണിമല പാർക്ക്, ജാനേക്കാട്, പെരുവണ്ണാമൊഴി, കരിയാത്തമ്പാറ. അപ്പോൾ എല്ലാം പോയതാണ്. പക്ഷെ അതല്ലല്ലോ അല്ലേ സിദ്ധു, ഫ്രണ്ട്സുകളോട് പോകുമ്പോണ്ടാകുന്നൊരു വൈബ് ഉണ്ടാകിയല്ലോ. രാവിലെ എണീറ്റ് ഒത്തിരിക്കുകയാണ്. സമയം ഇപ്പോ 7 മണിക്ക് പോകണമെന്നാ പറഞ്ഞത്. പക്ഷെ 7 മണിന്ന് വെച്ചാൽ കുട്ടികളെല്ലാം കൂടെ ഒരുങ്ങി പുറപ്പെട്ട് വരുമ്പോഴത്തേക്ക് എന്തായാലും 7-8 മണിയൊക്കെ ആയാലും സിദ്ധുവിന് കൂടാണ്ട് പോവില്ല അല്ലേ? കൂടാണ്ട് പോവോ? അപ്പൊ ഇന്ന് ദോശയും ചമ്മന്തിയാണേ രാവിലെ തന്നെ. പിന്നെ കുറച്ച് സ്നാക്സ് വാങ്ങിയ തക്കാളി നുറുക്കല്ലേ, പിന്നെ ലേസ് വേണമെന്നിട്ടുണ്ട്, മുട്ടായി ഉണ്ട്, പിന്നെ മിറിൻഡ വേണമെന്ന് പറഞ്ഞ് മിറിൻഡ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അവൻ്റെ വെള്ളം പ്ലേറ്റ് എല്ലാം എടുത്തിട്ടാ പോന്നെ. ബാക്കി ഫുഡും കാര്യമൊക്കെ അവിടെ ഉണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു വൈകുന്നേരം ഒരു 7:30 നമുക്ക് തിരിച്ചു വരും. പിന്നെ സൈഷന്റെ ഏട്ടന്റെ മോനും ഉണ്ട്, ചക്കരക്കുട്ടനുണ്ട്. അപ്പൊ എല്ലാം കൊണ്ട് സിദ്ധു എന്ന് അടിപൊളി അല്ലേ? ചെറിയ ടൂറാണെങ്കിലും വലിയ ടൂറാണെങ്കിലും ഇവിടുന്ന് ആരെങ്കിലും എവിടെയും പോകുകയെന്ന് വെച്ചാൽ എനിക്കൊരു തരം വെപ്രാളാട്ടോ. അതാ ഈ എടുത്തു വെക്കുന്നതൊക്കെ മാറിപ്പോകുന്നത്. അപ്പം സിദ്ധു പറയും, അമ്മ ഇങ്ങനെയല്ല ലേസ് വെക്കേണ്ടത്, ഇങ്ങനെ നിവർത്തി വെക്കണം എന്നൊക്കെ കേട്ടോ. ഇത് ഫ്രണ്ട്സുകളായിട്ടൊക്കെ ഇന്നലെ പ്ലാൻ ചെയ്ത് സെറ്റാക്കി വന്നത്, ഇന്നത് വാങ്ങണം ഇന്നത് കൊണ്ടുപോകണം എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നോക്ക്, കുറേ മാറ്റങ്ങളായില്ലേ. കൈ പൊട്ടിയ സമയം തൊട്ട് വല്ലാത്തൊരു എന്താ പറയുക, മുഖമൊക്കെ കരിവാളിച്ചീനെ. ആദ്യമൊക്കെ ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ക്രീം ഉപയോഗിക്കുന്നതിനെ കൊണ്ട് തന്നെ നല്ലൊരു സെറ്റപ്പ് പോവുകയായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ രണ്ടാമത് യൂസ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, ഞാൻ കുറച്ച് കാലമായിട്ട് നല്ല അവസ്ഥയിലായിരുന്നു കേട്ടോ. ഒരു സ്കിൻ കെയറും ഇല്ല, ഒന്നുമില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഓൾറെഡി മാറി വരുന്നുണ്ട്. അതിന്റെ മാറ്റം ഇങ്ങോട്ടും കൂടെ എനിക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എൻ്റെ സ്കിന്നിന്റെ പ്രോബ്ലം അനുസരിച്ച് ഞാനൊരു ഡോക്ടറെ കണ്ട് അവർ സജസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റുകളാട്ടോ ഉപയോഗിക്കുന്നത്. അത് ഞാൻ ക്യൂർ സ്കിന്നിന്റെ പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. ക്യൂർ സ്കിന്നിന്റെ പ്രൊഡക്റ്റ് എങ്ങനെയാണെന്നും കൂടി അറിയാനൊരു ആഗ്രഹം ഉണ്ടാകുന്നു. എന്നോട് പലരും ചോദിക്കലുണ്ട്, എന്താണ് ചേച്ചി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പൊ അവർക്കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് ക്യൂർ സ്കിന്നിന്റെ നമ്മളുടെ പ്രോബ്ലംസ് അനുസരിച്ച് ഡോക്ടർ കസ്റ്റമൈസ് ആയിട്ട്, അതായത് എൻ്റെ പ്രോബ്ലംസ് ആയിരിക്കില്ല നിങ്ങൾക്ക്, അപ്പൊ നിങ്ങളുടെ പ്രോബ്ലംസ് ആയിരിക്കില്ല എനിക്ക്. അപ്പൊ എൻ്റെ ഡൾനെസ്സും എൻ്റെ ഡാർക്ക്നെസ്സും അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഡോക്ടറായിട്ട് സംസാരിച്ചത്. അപ്പം അവരുള്ള സംസാരത്തിൽ കൂടെ എൻ്റെ പ്രോബ്ലംസ് മനസ്സിലാക്കി അവർ കസ്റ്റമൈസ് ചെയ്തിരുന്ന കുറച്ച് പ്രൊഡക്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതോ ഏതൊക്കെ എനിക്ക് സജസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റ് ഞാൻ കാണിക്കാം. അത് എങ്ങനെയാണ് നമുക്ക് നമ്മൾ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടതെന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെയാണ് എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് വേണ്ടി എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി തന്ന കിറ്റാട്ടത്. അതായത് ഓൺ ട്രീറ്റ്മെൻ്റ് ആണ് ഇത്. ഓരോരുത്തർക്കും കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്. ക്യൂർ സ്കിന്നിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു ഡോക്ടറുമായിട്ട് ചാറ്റ് ചെയ്ത് നമ്മളുടെ പ്രോബ്ലംസ്, അതായത് എന്താ ഡൾനെസ് ആണോ, പിന്നെ ഡാർക്ക്നെസ് ആണോ, പിമ്പിൾസ് ആണോ, അതിന് എന്താ ട്രീറ്റ്മെൻറ്റ് എന്ന് അവരായിട്ട് സംസാരിച്ചതിന് ശേഷം മനസ്സിലാക്കി, നമുക്ക് മറ്റ് അസുഖങ്ങളില്ല കാര്യങ്ങളില്ല എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് എങ്ങനെയാണ് കിട്ടിയതെന്നും എങ്ങനെയാണ് ഡോക്ടറായിട്ട് ചാറ്റ് ചെയ്തതെന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്യൂർ സ്കിന്നിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഡോക്ടറായിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ഫോട്ടോ എടുക്കണം. അത് വ്യത്യസ്ത ആംഗിളിൽ നിന്ന്, നമ്മുടെ സൈഡിൽ നിന്നും മുന്നിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തിട്ട് അത് സ്കാൻ ചെയ്തിട്ട് നമ്മളെ ഫേസിൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നുള്ളത് നമുക്ക് ഡോക്ടർക്ക് മനസ്സിലാവും. ചിലപ്പോൾ പിമ്പിൾസോ ഡൾനെസ്സോ എന്താണെന്നുള്ളത് നമുക്ക് സംസാരിക്കാം. അതേപോലെ തന്നെ അവർക്ക് ഫോട്ടോ കാണുകയും കൂടി ചെയ്യുന്ന സമയത്താണ് കറക്റ്റായിട്ട് എന്താണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാവുക. അപ്പോൾ അതിനുശേഷം പിന്നെ ഡോക്ടറായിട്ട് ചാറ്റ് ചെയ്യും. എൻ്റെ പ്രശ്നങ്ങൾ പറയും, അതേപോലെ നിങ്ങൾക്ക് ആർക്കും എങ്ങനെയെന്താ പ്രോബ്ലംസ് വെച്ചാൽ നമുക്ക് പറയാം. അപ്പോൾ ഡോക്ടറുമായിട്ട് ഒരുപാട് നേരം ചാറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് മനസ്സിലായതിന് ശേഷമാണ് അവർക്ക് നമ്മൾക്ക് ഈ പ്രൊഡക്റ്റ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2100 രൂപയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഇത് കസ്റ്റമൈസ് പ്രൊഡക്റ്റ് ആണ്, എല്ലാവരും ഈ പ്രൊഡക്റ്റ് കണ്ട് ഒരേപോലെ വാങ്ങിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ഈ രീതിയിലൂടെ മാത്രം ഡോക്ടറായിട്ട് ചാറ്റ് ചെയ്തിട്ട് ഓൺ ട്രീറ്റ്മെൻറ്റ് കിറ്റാണ്. അതായത് അവനവന് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തരെയും പ്രോബ്ലംസ് പറയുക. അപ്പോൾ ഇത് വേണമെന്നുള്ളവര് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഡോക്ടറോട് സംസാരിച്ച് നിങ്ങൾക്കുള്ള സ്കിന്നിൻ്റെ പ്രോബ്ലംസിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രതിഭ 100 എന്നുള്ള കൂപ്പൺ കോഡ് അടിച്ചു കഴിഞ്ഞാൽ 100 രൂപ ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. ഞാൻ പിന്നെ എല്ലായ്പ്പോഴും പോലെ തന്നെ മോനെ എങ്ങനെ കുട്ടികളെ കൂട്ടത്തിൽ തന്നെ നടക്കണേ, അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോവല്ലേ, ഇതൊക്കെ തന്നെയാട്ടോ പറയുന്നത്. ഇതന്നെ എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ രാവിലെ തന്നെ ആയതിനെ കൊണ്ട് തന്നെ ഇത്തിരി ലേറ്റ് ആവും മക്കളൊക്കെ വരാനെന്നാണ് തോന്നിയത്. കാരണം എല്ലാം ചെറിയ മക്കളല്ലേ, കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരണമെങ്കിൽ എന്തായിട്ട് ലേറ്റ് ആവുമല്ലോ. എന്നാലും ഇവന് ഭയങ്കര വെപ്രാളായിരുന്നു കേട്ടോ ടൈം ആകുമ്പോഴത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇന്നിപ്പം വെള്ളരീൻ്റെ എരിശ്ശേരി വെക്കാന്നാട്ടോ വിചാരിക്കുന്നത്. പൊതുവേ വെള്ളരീനെ കൊണ്ട് മോരുകറിയോ പച്ചടിയോ ഒക്കെയാണ് ഇവിടെ ഉണ്ടാക്കലുള്ളത്. എരിശ്ശേരി അപൂർവമായിട്ട് ഉണ്ടാക്കലുള്ളൂ കേട്ടോ. പക്ഷേ ഇന്ന് മോരും തൈരൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് പരിപ്പിട്ടിട്ട് ഉണ്ടാക്കാനേ. പക്ഷേ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ. പിന്നെ അയില കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചെറുതാക്കി മുറിച്ചിട്ടാണ് വറുക്കുന്നത്. പിന്നെ ഈ എരിശ്ശേരിക്ക് ഞാൻ തേങ്ങയ്ക്കിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയുള്ളിയും അതേപോലെ ജീരകവും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാട്ടോ അരയ്ക്കുന്നത്. അങ്ങനെ അരച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ കറി കൂട്ടാൻ നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ മുരിങ്ങേൻ്റെ ഇലേൻ്റെ കറിയൊക്കെ ഉണ്ടാക്കൂലേ, അല്ലെങ്കിൽ മത്തൻ്റെ എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കൂലേ, സെയിം തന്നെ, വേറെ ഒരു മാറ്റങ്ങളുമില്ല. പക്ഷേ നല്ല ടേസ്റ്റുള്ള കറിയാട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇതിൻ്റെ കൂടെ എന്തായിട്ട് പുളിയിൽ എന്തെങ്കിലും വേണ്ടതിനെ കൊണ്ട് ഒരു ചമ്മന്തിയും കൂടി അരച്ചിട്ടുണ്ട്. ചമ്മന്തി അരച്ചിട്ടുണ്ട്, ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഈ എരിശ്ശേരി ഉണ്ട്, മീൻ പൊരിച്ചതുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ചോറിൻ്റെ കറികളൊക്കെ കേട്ടോ. പിന്നെ സിദ്ധു അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ സിദ്ധു ടൂറിന് പോയതിനെ കൊണ്ട് തന്നെ കുഞ്ഞൂന് ഇന്ന് USSൻ്റെ ക്ലാസ് ഇല്ല കേട്ടോ. അല്ലെങ്കിൽ എല്ലാ ദിവസവും USSൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇന്നിപ്പം വെള്ളിയാഴ്ചയാണ്ട് കുട്ടികളൊന്നും ഉണ്ടാവുകയില്ല, അതുകൊണ്ട് തന്നെ USSൻ്റെ ക്ലാസ്സും ഇല്ല. അതുകൊണ്ട് ഓനും 9 മണിക്ക് പോയാൽ മതി. അപ്പോൾ ഓനും ചായ കുടിച്ച് പോയി. കുറേ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിനിടയ്ക്ക്. അങ്ങനെ സജീഷറിനുള്ള ഫുഡിൻ്റെ പാത്രമൊക്കെ സെറ്റാക്കി വെക്കുക കേട്ടോ. ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയുണ്ട്, ചമ്മന്തി ഉണ്ട്, മീൻ പൊരിച്ചുണ്ട്. അയ്യോ ഇങ്ങനെ പൊതിച്ചോറിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ ഇന്നത്തെ വിഭവങ്ങളൊക്കെ. അപ്പോൾ ഇത് പൊതിച്ചോറല്ല, അത് ഞാൻ പാത്രത്തിലോട്ടാണെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചോറും കറിയൊക്കെ എടുത്ത് വെച്ച് കറി ഒഴിച്ചു കൂട്ടാനായിട്ട് നമ്മൾ എരിശ്ശേരി ഉണ്ട് കേട്ടോ. എരിശ്ശേരി കുറച്ച് വെള്ളം കുറവാണ്, പക്ഷേ ഒരുപാട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ എരിശ്ശേരി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് എനിക്കൊരു തോന്നലോ. അതിനെക്കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കേട്ടോ വെക്കലുള്ളൂ. പിന്നെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പോവാനുള്ള. ഇനിയിപ്പോൾ ഇതൊന്ന് കവറിലോട്ട് എടുത്ത് വെക്കണം, കാരണം കറി അധികവും ലീക്കായി പോവലുണ്ടെന്ന് സൈഷേട്ടൻ പറയും കേട്ടോ. അപ്പോൾ കറിയെല്ലാം ഞാൻ കവറിലോട്ട് എടുത്ത് വെച്ച് അങ്ങനെ സൈഷേട്ടനും കൂടിയും പോവുകയാണ്. ഇന്നിപ്പം രാവിലെ തൊട്ടേ സിദ്ധു പോകുന്നതിൻ്റെ ഒക്കെ ഓരോരോ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.